ആ ഒന്ന് വായിച്ചാട്ടെ. 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഫിഫ്ത് ടേം 7. ബോർഡിലേക്ക് നോക്കുക. ഇപ്പൊ ഒന്നും എഴുതരുത്. ഫിഫ്ത് ടേം ഈക്വൽ 7. അടുത്തത് 7th ടേം ഈക്വൽ 5. നോക്കാം. അപ്പോ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 5ാമത്തെ ടേം 7ഉം 7ാമത്തെ ടേം 5ഉമാണ്. എന്തുവായിരുന്നു ചോദ്യം? ഈ സീക്വൻസിലെ ആദ്യത്തെ 5 പേരെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒരു ചെറിയ കുഴപ്പം. ഈ 5ാമത്തെ ടേമും 7ാമത്തെ ടേമും പൊസിഷൻ കൊണ്ട് എങ്ങനുള്ളവരല്ല. 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നിട്ടാണ് വരുന്നത്. പൊസിഷൻ കൊണ്ട് എങ്ങനെയുള്ളവരല്ല? അടുത്തടുത്തുള്ളവരല്ല. പൊസിഷൻ കൊണ്ട് അടുത്തടുത്ത് വരണമെങ്കിൽ 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞ് 7 വന്നാലേ അടുത്തടുത്തുള്ളവരാവത്തുള്ളൂ. ഇവിടെ ഇപ്പൊ 5 കഴിഞ്ഞ് 6 ഇല്ല, പിന്നെ 7ാമത്തെ ആളാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. എന്തുവായിരുന്നു? കോമൺ ഡിഫറൻസ് ഈക്വൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് is equal to ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി ഈക്വൽ പറഞ്ഞാട്ടെ. ടേം ഡിഫറൻസ് 5 - 7 ഡിവൈഡഡ് ബൈ 7 മൈനസ് ഡി ഈക്വൽ 5 - 7 എത്ര? -2 ബൈ 7 - 5 2. അപ്പോൾ ഡി ഈക്വൽ മൈനസ് അങ്ങനെ തന്നെ നിർത്തി 2/2 1. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? അപ്പൊ വിച്ച് ഇംപ്ലൈസ് കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈസ് ഈക്വൽ ടു ഈക്വൽ. ഓക്കെ. ഇപ്പൊ കോമൺ ഡിഫറൻസ് എഴുതാൻ പറഞ്ഞില്ല. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി 5 പേരെ എഴുതാമല്ലോ. ഇതിന് ഇവിടെ നോക്കിയിരിക്കാം. അപ്പോ 1, 2, 3, 4, 5 എക്സെട്ര. ഇതിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഫിഫ്ത് ടേം. അപ്പോ 1, 2, 3, 4 5ാമത്തെ പൊസിഷനിലോട്ട് 7 എഴുതി. ഇനി അതിന് മുമ്പോട്ടുള്ള ആളുകളല്ലേ എഴുതേണ്ടത്? പുറകിലോട്ടുള്ളവരെയാണ് എഴുതേണ്ടതെങ്കിൽ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. മുമ്പോട്ടുള്ളവരെയാണ് എഴുതേണ്ടതെങ്കിൽ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഇവിടെ കുറയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 7 ഉണ്ട്, അതിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണ്ടേ? -1. അപ്പൊ എങ്ങനെ എഴുതും എന്ന് പറഞ്ഞാട്ടെ. 7 മൈനസ് ഈക്വൽ 7 പ്ലസ് 1 ഈക്വൽ 8. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള ആളോ? 9. അതിനു മുമ്പുള്ള ആള് 10. അതിനു മുമ്പുള്ള ആള് കിട്ടിയോ? ഇങ്ങനെയാണോ നിങ്ങളുടെ ആൻസർ കിട്ടിയോ? നോക്കി.